എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഇനി ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഷാനവാസ്. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ലാലേട്ടൻ പറഞ്ഞാലും ശരി, അയാളെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നെവിൻ കിച്ചൺ ഏരിയയിൽ നിന്നുകൊണ്ട് പറയുന്നത്. അവിടെ നമ്മുടെ ജിഷിനൊക്കെ നിൽക്കുന്നുണ്ട്. സോ അതൊക്കെ നെവിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ സീസൺ തുടങ്ങിയ സമയത്ത് ആദ്യം നെവിൻ വന്നെടീ ഞാൻ രാത്രി ഇവിടെ കിടക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് വന്ന് കട്ടിലിൽ കൂടെ കിടന്നപ്പോൾ ഞാൻ പേടിച്ചു പോയെടീ എന്ന് പറഞ്ഞത് നമ്മുടെ അനുമോളാണ്. ഞാൻ അന്ന് അനുമോളെ വിമർശിച്ച് വീഡിയോ ഇട്ടു. അങ്ങനെ പറയേണ്ട കാര്യമില്ല. നെവിൻ വന്ന് കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് മാന്യമായിട്ട് ഒഴിവാക്കിയാൽ മതി. അയാൾ ഒരു മോശം ഉദ്ദേശത്തോടെ എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ജിസേലിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അക്ബർ പറയുന്നുണ്ട്. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ജിസേൽ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ പോയി കെട്ടിപ്പിടിക്കും, കട്ടിലിൽ കിടക്കുമ്പോൾ പോയി കെട്ടിപ്പിടിക്കും. ഇതുപോലെ പലരിടത്തും നെവിൻ ചെയ്തിട്ടുണ്ട്. ജിസേലിൻ്റെ അടുത്ത്, നമ്മുടെ അനുമോളുടെ അടുത്ത്, അതുപോലെ പ്രവീണിൻ്റെ അടുത്ത്, ഷാനവാസിൻ്റെ അടുത്ത്, അനീഷ് കട്ടിലിൽ കിടക്കും, അനീഷിൻ്റെ അടുത്ത് പോയി കിടക്കും. സോ ഇത് നെവിൻ മോശ ഉദ്ദേശത്തോടെ ചെയ്യുന്നതായിരിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, അയാളുടെ മനസ്സ് ചിലപ്പോൾ ശുദ്ധമായിരിക്കും, അയാൾ ഒരു തെറ്റായ രീതിയിലും ആയിരിക്കത്തില്ല. പക്ഷേ അദ്ദേഹം സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ ബൗണ്ടറി മനസ്സിലാക്കാതെയാണ്. അതായത് ആ വ്യക്തിയുടെ കൺസെന്റ് ചോദിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറിനെ ഞാൻ പറയാം. എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് എൻ്റെ കഴുത്തിൽ കൈയിടുന്നതും അല്ലെങ്കിൽ എന്നെ ഹഗ് ചെയ്യുന്നതും വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യമില്ല. അത് സ്ത്രീകളും ചെയ്യുന്ന ഇഷ്ടമല്ല, പുരുഷന്മാരും ചെയ്യുന്ന ഇഷ്ടമല്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എപ്പോഴും എല്ലാവരുടെ അടുത്തും ഒരു 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 കൈ അകലം, അനീഷ് പറയുന്നത് പോലെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും. അല്ലാതെ അപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് കണ്ട് പരിചയമുള്ള ഒരാൾ നമ്മൾ അടുത്ത് വന്ന് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും അങ്ങനെ കഴുത്തിക്കായിട്ട് നിൽക്കുന്നതൊന്നും പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരുപാട് മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടാവും. അതായത് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നെവിൻ്റെ സ്നേഹപ്രകടനം അദ്ദേഹം അത് നൽകേണ്ടവർക്ക് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ കാണുന്ന എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇദ്ദേഹം സ്നേഹപ്രകടനം നടത്തിയിട്ട് അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല നെവിൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് എൻ്റെ അനുവാദമില്ലാതെ ഒരാൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയാണ്, എനിക്ക് ചൊറിയും, എനിക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നേ. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ചിലർക്ക് അത് കുഴപ്പമുണ്ടാവില്ല, കുഴപ്പമില്ലാത്തവരും ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. ചിലർക്കത് കുഴപ്പമുണ്ടാവും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഷാനവാസിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പുള്ളി എല്ലാവരെയും കൂടെ കഴുത്തി കയറ്റി കിടക്കുന്ന ഒരാളൊന്നുമല്ല. പുള്ളി എപ്പോഴും പുള്ളിയുടേതായ ഒരു വ്യക്തിത്വം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് എല്ലാവരും പലരും അവിടെ അങ്ങനെയാണ്. അനീഷ് ആയിക്കോട്ടെ, അവരൊക്കെ അങ്ങനെ എപ്പോഴും എല്ലാവരെയും കൂടെ പോയി കഴുത്തി കയറ്റി കമ്പനി അടിച്ച് കിടക്കുന്ന ആൾക്കാരല്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരാണ്. നെവിൻ പക്ഷെ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം നെവിൻ വന്ന് ഷാനവാസിനെ ഹഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോൾ ഷാനവാസിന് അത് നല്ല ഇന്റൻഷനിലൊന്നും തോന്നാം, മോശം ഇന്റൻഷനിലൊന്നും തോന്നാം. കാരണം ഈ ലോകത്ത് എങ്ങനെയാണെന്നേ വിശ്വസിക്കുന്നത്. ഇപ്പം നെവിൻ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും, മോശമായ രീതിയിലും ആകാമല്ലോ എന്നത് ഒരാൾ ചിന്തിച്ചാൽ അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും ക്യാമറകൾ ഇരിക്കുന്ന ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരാൾ ചെയ്യാൻ ധൈര്യപ്പെടില്ല. രണ്ടാമത് നെവിൻ അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷെ ഈ വിഷയം അവിടെ ഉയർത്തിക്കൊണ്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ആദിലയായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്താണ് ഷാനവാസ് അവിടെ വന്നത്. ഷാനവാസ് ഇത് ആരുടെയും പബ്ലിക്കായിട്ട് അങ്ങനെ ചർച്ചകളിലൊക്കെ സുഹൃത്തുക്കളുടെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇതൊരു നോമിനേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഒരു ആളാണ് ഷാനവാസ്. ഇനി അഥവാ അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ പോയിന്റ്. അതായത് ഇത് പലരും അവിടെ പറഞ്ഞ കാര്യമാണ്, ഷാനവാസ് മാത്രമല്ല. നെവിന് ഷാനവാസിനെ കാണാം, കാണാതിരിക്കാം, സ്നേഹിക്കാം, വെറുപ്പ് തോന്നാം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യങ്ങളാണ്. പക്ഷെ നെവിൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രൈവസി ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ എല്ലാവരും ചിലപ്പോൾ വന്ന് തൊടുന്നതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇനി നമ്മുടെ നാട്ടിലൊരു കാര്യം അറിയാമല്ലോ, ഒരാണല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഗേ ഉണ്ട്, ലെസ്ബിയൻ ഉണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയെ ഹഗ് ചെയ്താലും ചിലപ്പോൾ ആ മറ്റേ ആളിന് അസ്വാഭാവികത തോന്നാം. ഒന്നാമത് അത് ലെസ്ബിയൻ ആണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ. അതുപോലെ നെവിന്റെ ജെൻഡർ നെവിൻ അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നെവിൻ ഒരു സ്ത്രൈണതയുണ്ട്, ഇതെല്ലാവർക്കും അറിയാം. നെവിന്റെ നടത്തത്തിലും ഭാവത്തിലും ഒക്കെ ഒരു സ്ത്രൈണതയുണ്ട്. അതുകൊണ്ട് പലരും അദ്ദേഹം LGBTQ ഒരാളാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഇന്നലെയാണ് ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത്. ആദിലയും നെവിനും ഇന്നലെയാണ് പറയുന്നത് ഇദ്ദേഹം LGBTQ ഭാഗമല്ല, മറിച്ച് സ്ത്രൈണതയുള്ള ഒരു പുരുഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവരും ഈ ലോകത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവരെയും ഉൾക്കൊള്ളേണ്ടതാണ്. വിവാഹം കഴിച്ച് കുട്ടികളും കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഷാനവാസിന് ചിലപ്പോൾ തോന്നിയിരിക്കാം ഈ നെവിൻ LGBTQ പെടുന്ന ഒരാളാണോ എന്ന് തോന്നിയിരിക്കാം. അപ്പോൾ അദ്ദേഹം വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും ഷാനവാസിന് തെറ്റായി തോന്നിക്കൂടെ?
അദ്ദേഹത്തിന് തെറ്റു പറയാൻ പറ്റും അങ്ങനെ അദ്ദേഹം ചിന്തിച്ചാൽ. ഇവിടെ നെവിന്റെ ഭാഗത്ത് വന്നൊരു വീഴ്ച എന്ന് പറയുന്നത്, നെവിൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ സ്പേസിനെ മനസ്സിലാക്കി അവരുമായിട്ടുള്ള റിലേഷൻസിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരെ ദേഹത്ത് പോയി തൊടുക, അവരുടെ മടിയിൽ പോയി കിടക്കുക, കെട്ടിപ്പിടിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്നേഹം നമുക്ക് അല്ലാതെയും പ്രകടിപ്പിക്കാനായിട്ട് കഴിയും. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, സഭ്യമായ രീതിയിലുള്ള പ്രവർത്തികൾ കൊണ്ടൊക്കെ നമുക്ക് മറ്റൊരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും. അല്ലാതെ എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആരെ കണ്ടാലും പോയി കെട്ടിപ്പിടിക്കും എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ നെവിനാണ്, ഷാനവാസ് അല്ല. അത് ഒരാളല്ല നെവിനെ കുറിച്ച് ഈ ഒരു പരാതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, തികച്ചും നിഷ്കളങ്കനായ ഒരു പയ്യനായിരിക്കും, ഒരു ദുരുദ്ദേശവും കാണില്ല. അതുകൊണ്ടാണ് അവന് ഫീൽ ആയത്. അവന് വിഷമമായിട്ടുണ്ട്, സത്യസന്ധമായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ, ഇവരൊക്കെ എന്താ എന്നെ ഇങ്ങനെ പറയുന്നതെന്നാണ് ആ പയ്യൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെവിൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പോയി ഓരോരുത്തരെയും ഹഗ് ചെയ്യുമ്പോൾ, അടുത്തിരിക്കുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ഈ ജെൻഡർ എന്ന് പറയുന്നത് ഇന്നൊരു പ്രശ്നം തന്നെയാണ്. കാരണം ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ അല്ലാത്ത ഒരു സ്ത്രീയെ ചിലപ്പോൾ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടായി തോന്നാം. ഗേ ആയിട്ടുള്ള ഒരു പുരുഷൻ അങ്ങനെ അല്ലാത്ത ഒരു പുരുഷനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ അയാൾക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നാം. ഇത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഇതിനൊരു വഴിയേ ഉള്ളൂ. എല്ലാവരും അവരവരുടേതായ ഒരു അകലം ബന്ധങ്ങളിൽ പാലിക്കുക. അനീഷ് പറയുന്നത് പോലെ ഒരു കൈ അകലത്തിൽ അത് മതി. കഴുത്തിൽ കൈയിടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചിരിക്കാവുന്ന തരത്തിൽ ഒരു ബന്ധം വളരാത്തിടത്തോളം കാലം അവിടെ നമ്മൾ പോയിട്ട് ആ പണിക്ക് നിൽക്കരുത്. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പ്രത്യേകിച്ച് അവിടെ നെവിൻ ആയാലും ഷാനവാസ് ആയാലും അവിടെയുള്ള സകലരും വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്. ഈ നന്മമരം കളിയൊന്നും ഇവിടെ ആരും കളിക്കണ്ട. എന്താണ് ബിഗ് ബോസ് എന്ന് ചോദിച്ചാൽ പച്ചയ്ക്ക് പറയാൻ പറ്റുന്നത്, ഒരുത്തൻ വേറൊരുത്തനെ എന്ത് ചെയ്തിട്ടാലും ചവിട്ടി പുറത്താക്കി അതിജീവിക്കുന്ന ഷോ. അല്ലാതെ ഒരു മറ്റേ നന്മ വാരി ചൊരിയുന്ന ഒരു ഷോ അല്ല ഇത്. എല്ലാ ആഴ്ചയിലും നടക്കുന്ന നോമിനേഷൻ പ്രോസസ്സിൽ എന്താണ് ഇവർ മൊഴിയുന്നത്? ഇവർ ഒരാളെ നോമിനേറ്റ് ചെയ്തിട്ട് പറയുന്നത് ആ വ്യക്തിയുടെ കുറ്റങ്ങളാണ്. ഓഡിയൻസിന്റെ അടുത്ത് പറയണം, അവൻ അങ്ങനെയാണ്, അവൻ മറ്റവനാണ്, മറിച്ചവനാണ്, വൃത്തികെട്ടവനാണ്, അവൻ ഈ വീട്ടിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. ഇത് അങ്ങ് കൺഫെഷൻ റൂമിൽ പോയി പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ആ അളിയ എന്നും പറഞ്ഞു പോയി കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരും അതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് ഈ ഷോ എന്ന് പറയുന്നത്. ഇവിടെ ഒരാളെ ചവിട്ടി പുറത്താക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവനവന്റെ അതിജീവനത്തിന് വേണ്ടിയാണ്. അപ്പൊ ആരും ബന്ധം ഉണ്ടാക്കാൻ പോയിട്ടുള്ള സ്ഥലമല്ല ഇത്. അപ്പൊ അവിടെ മത്സരിക്കാനാണ് വന്നിരിക്കുന്നത്. അവിടെ ഷാനവാസും നെവിനും പരസ്പരം മത്സരിക്കുന്നവരാണ്. നെവിനെ പുറത്താക്കാൻ ഷാനവാസും, ഷാനവാസിനെ പുറത്താക്കാൻ നെവിനും മത്സരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും ഒരു അകലം പാലിച്ചുള്ള ബന്ധങ്ങളെ അവിടെ പാടുള്ളൂ. അവിടെ പോയി കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താൽ മറ്റൊരാൾക്ക് അങ്ങനെ തോന്നിക്കൂടാന്നില്ല. നെവിന്റെ ഒരു സ്ത്രൈണതയും പെരുമാറ്റവും ഒക്കെ കാരണം, അദ്ദേഹം LGBTQ കമ്മ്യൂണിറ്റിയിലാണെന്ന സംശയം കാരണം ഷാനവാസിന് ചിലപ്പോൾ അദ്ദേഹം തൊടുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ തെറ്റായും തോന്നാം. അതിന് നമുക്ക് ഷാനവാസിനെയും കുറ്റം പറയാൻ പറ്റില്ല. അയാളത് ഗെയിമിന് വേണ്ടി ഇത്രയും കാലം ഉപയോഗിച്ചില്ല. പക്ഷെ ഇപ്പോൾ അയാളത് ഉപയോഗിക്കാൻ കാരണം ഈ പറഞ്ഞ പോലെ ആദില ലോക്കായി പോയപ്പോൾ ആദിലെ സഹായിക്കാൻ പോയതാ. അവിടെയാണ് പറ്റിപ്പോയത്. അത് ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കാണ്. സ്വകാര്യമായിട്ട് നെവിനോട് പറഞ്ഞ് കളയേണ്ട ഒരു വിഷയമായിരുന്നു. അതിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അത് ആദിലെ പറഞ്ഞിട്ടായാലും ആര് പറഞ്ഞിട്ടായാലും അത് ഷാനവാസ് ചെയ്ത ഒരു തെറ്റാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഷാനവാസിന് അങ്ങനെ ഒരു കാര്യം തോന്നിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. നെവിൻ മോശമായി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നെവിൻ അടുത്ത് വന്ന ഇടവും നമ്മുടെ അടുത്ത് വന്ന ഒരാൾ കെട്ടിപ്പിടിക്കുകയോ ഉമ്മതരയോ തൊടുകയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ചിലപ്പോൾ മോശമായി തോന്നാം. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇത് ആ ഒരു രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. എന്തായാലും നെവിൻ ഷാനവാസിനെ ഇനി ജീവിതത്തിൽ കാണാനേ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. നല്ല കാര്യം, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇനി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നെവിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് കൂടുതൽ കെട്ടിപ്പിടിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനൊന്നും പോണ്ട. അല്ലാതെയും സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.